പൊറോട്ട കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾ പൊറോട്ട കഴിക്കുന്നവരാണോ? എന്നാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പണ്ടുകാലത്ത് കേരളീയർ രാവിലെ കഴിച്ചിരുന്നത് പഴങ്കഞ്ഞിയും ചക്കയും കപ്പയുമെല്ലാമാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അത് മാറി. അപ്പവും ദോശയും ഇഡ്ലിയും വടയുമൊക്കെയായി. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ? പൊറോട്ട. പൊറോട്ടയില്ലാത്ത ജീവിതം മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. രാവിലെയും രാത്രിയിലും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം പൊറോട്ട തന്നെ പൊറോട്ട. ഇന്ന് എല്ലാ ഹോട്ടലുകളിലും തട്ടുകടയിലും എപ്പോഴും കിട്ടുന്ന ഒന്നാണ് പൊറോട്ട. മാത്രമല്ല, വില കുറച്ചും കഴിച്ചാൽ വയറു നിറയുന്നതും പെട്ടെന്ന് തന്നെ വിശക്കാത്തതും നല്ല രുചി ലഭിക്കുന്നതും ആയതുകൊണ്ട് ആളുകൾ അതുതന്നെ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് പല രീതിയിലുള്ള പൊറോട്ട ലഭ്യമാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും രാത്രികാലങ്ങളിൽ പൊറോട്ട ലഭ്യമാണ്. പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ചേരുവകൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഗോതമ്പിൽ നിന്നും ആട്ട എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി, തന്തൂരി റൊട്ടി ഉണ്ടാക്കാം. അതിൽ നിന്നും അവസാനമായി കിട്ടുന്ന ബാക്കി വരുന്ന ഭാഗമാണ് മൈദ. ഈ മൈദ ഉപയോഗിച്ചാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. മൈദയ്ക്ക് വെള്ളം ചേർന്നാൽ പശർമ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ കൂടുതലായും വർണ്ണക്കടലാസുകൾ ഒട്ടിക്കാനും സിനിമാ പോസ്റ്റർ, പരിപാടികളുടെ നോട്ടീസുകൾ ഒട്ടിക്കാനും മൈദ ഉപയോഗിക്കുന്നത്. കാരണം പശ ഉള്ളതുകൊണ്ട് നന്നായി ഒട്ടിപ്പിടിക്കുന്നതും ആയ ഒരു വസ്തുവായതിനാൽ മൈദ ഉപയോഗിക്കുന്നു. ഇതേ മൈദ കൊണ്ടാണ് പൊറോട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. സ്ഥിരമായി ഈ മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിക്കുന്നത് മൂലം വയറിന് സ്തംഭനമുണ്ടാകുന്നു. മലബന്ധം, വായു, ഗുന്മൻ, അമിത കൊഴുപ്പ്, പൊണ്ണത്തടി, വായ്പുണ്ണ്, ശരീരത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നു, വയറ് കൂടി വരും, അൾസർ എന്നിങ്ങനെ പല രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. വയറെപ്പോഴും സ്തംഭനാവസ്ഥയിൽ ആയതിനാൽ മറ്റു ഭക്ഷണങ്ങൾക്ക് അരുചി തോന്നും. പൊറോട്ട തിന്നാൽ ദാഹം കൂടും. അതിനാൽ വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. വയറിനകത്തുള്ള പൊറോട്ട ദഹിക്കാതെ ഈ കുടിക്കുന്ന വെള്ളത്തിൽ കുതിർന്നു നിൽക്കും. ഇത് മനസ്സിലാക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക. അതിലേക്ക് പൊറോട്ട ഇട്ടുവെക്കുക. 1-2 മണിക്കൂർ കഴിഞ്ഞ് വെള്ളത്തിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. അതുതന്നെയാണ് വയറിലും സംഭവിക്കുന്നത്. തവിടും എൻഡോസ്പേമും കളഞ്ഞിട്ടാണ് മൈദ ഉണ്ടാക്കുന്നതിനാൽ വെള്ള നിറമാണ് കിട്ടുന്നത്. ആട്ടയിൽ തവിടും എൻഡോസ്പേമും കളയാതെയാണ് ഉണ്ടാക്കുന്നത്. പൂർണ്ണമായും പോഷകഗുണവും ഉണ്ട്. ഗോതമ്പിന്റെ വിവിധ വിഭാഗങ്ങളാണ് ആട്ട, മൈദ, റവ, സൂചി, പാസ്ത, ന്യൂഡിൽസ് എന്നിവ. ഗോതമ്പുകൾ വിവിധ തരത്തിലുണ്ട്. അവയിൽ ഗ്ലൂട്ടൻ കൂടുതലായി അടങ്ങിയ ഡ്യൂറം വീറ്റാണ് പാസ്തയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പാസ്ത, ന്യൂഡിൽസ്, വെർമിസെല്ലി, മാക്കറോണി എന്നിവ എൻഡോസ്പേം പൊടിച്ച മാവ് വെള്ളം കുഴച്ച് ഉണ്ടാക്കുന്നതാണ്. പൊറോട്ടയുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തി ആരോഗ്യം സംരക്ഷിക്കുക. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.